ഹലോ, ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണേ. പിന്നെ എല്ലാവരും വിഷുവൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചോ? പടക്കമൊക്കെ പൊട്ടിച്ചോ? വിഷുക്കോടി കിട്ടിയോ? കൈനീട്ടം കിട്ടിയോ? എൻ്റെ വിഷു നല്ലതായിരുന്നു കേട്ടോ. കണിന്ന് തന്നെയാണ്, കണി കണ്ടിട്ടാണ് വിഷു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വിഷു തൊട്ട് ഇനി അങ്ങോട്ട് സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. ഒരു പ്രശ്നങ്ങളില്ലാതെ എല്ലാവരുടെ ലൈഫും നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കണി കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഉണ്ണികൾക്കൊക്കെ കുറച്ച് കണി കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിരാവിലെ എഴുന്നേറ്റേൻ്റെ. ഇപ്പോൾ ഞാനായാലും രാവിലെ എഴുന്നേക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങൊന്നില്ലാത്ത തലവേദനയും ഇതൊക്കെയാണ്. അതുപോലെ തന്നെ മക്കൾക്കും എന്താണ് ഇത്രയും ഉറക്കത്തിൽ വിളിച്ചിട്ട് എണിപ്പിച്ചിട്ട് ഇങ്ങനെ കാണിക്കണേന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. അപ്പോൾ കണിയൊക്കെ കണ്ട് പിന്നെ കുറച്ചൊന്ന് അവരെ ഉറക്കപ്പിച്ചൊക്കെ മാറിയപ്പോൾ പിന്നെ ഓക്കെ. അങ്ങനെ എൻ്റെ ഫാമിലിയുടെയും വക എല്ലാവർക്കും വിശ്വാസംസകൾ. പിന്നെ വലിയേട്ട ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഖത്തറിലാണ്. അപ്പോൾ ആളെയും വീഡിയോ കോളിൽ വലിയേച്ചി വിളിച്ച് കാണിച്ചു കേട്ടോ. പിന്നെ രാവിലെ ആയപ്പോൾ പിള്ളേരൊക്കെ എഴുന്നേറ്റ് ഉറക്കപ്പിച്ചൊക്കെ മാറിയപ്പോൾ അവർ പിന്നെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു അത്ഭുതം. അപ്പോൾ പിന്നെ അവർ എപ്പോഴാണ് ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും വരുമോ, കളിക്കാൻ ആരെങ്കിലും വരുമോ എന്നുള്ളൊരിതിലായിരുന്നു. പിന്നെ നമ്മൾ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ്. അമ്മയാണ് മെയിന്, നമ്മളൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിങ്ങിനുള്ളൂ. അപ്പോൾ അമ്മയാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 2 തരം പായസം, അവിയൽ, പലതരം കറികൾ ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ അച്ഛൻ ചെരികൊക്കെ കൊടുത്ത് സഹായിച്ചു. പിന്നെ അമ്മയുടെ സാമ്പാർ പറയാതിരിക്കാൻ വയ്യ, നല്ല രസമാണ് കേട്ടോ. അമ്മയുടെ ഇഞ്ചിമ്പുളി സാമ്പാർ. എനിക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങക്കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും കൂടെ മധുരക്കറികളോട് ഭയങ്കര ഇഷ്ടം, ഇഞ്ചമ്പുളി ഇതൊക്കെ. പിന്നെ എല്ലാവരും പണിയെടുക്കല്ലേ. ഞാൻ എന്തെങ്കിലും പണിയെടുത്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ, നിനക്ക് ഈ യൂട്യൂബ് എടുക്കൽ മാത്രമാണോ പണിയെടുക്കണില്ലേന്ന്. അപ്പം ഞാനും നാളികേരം ചെരുകാന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ണികളുടെയൊക്കെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഓരോ തരം കറികളൊക്കെ ആയി തുടങ്ങി. അവിൽ, സാമ്പാർ, പയർ, മാങ്ങാക്കറി, അങ്ങനെ പല കറികളായി തുടങ്ങിയിട്ട്, ബീട്രൂട്ട് കറി അങ്ങനെ. അപ്പോൾ പിന്നെ ഇത് എല്ലാം കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു. പിന്നെ രാവിലെ നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വലിയേച്ചിയാണേ. വലിയേച്ചി ഇങ്ങനെ ഇളക്കുന്ന കണ്ടിട്ട് വലിയേച്ചിയാണ് ഇതുണ്ടാക്കിയെന്ന് വിചാരിക്കേണ്ട. അമ്മയും കുഞ്ഞേച്ചിയും കൂടിയിട്ടാട്ടോ. ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചിയോടൊന്ന് ഇളക്കാൻ പറഞ്ഞത്. അപ്പോൾ ചേച്ചി നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയേച്ചിയും കുഞ്ഞേച്ചിയൊക്കെ റെഡിയായി. 2 പേരും സാരി എടുത്തു. വലിയേച്ചിയുടെ മോൻ്റെ കൂടെ അവൾ വർത്തമാനം പറയും. ഇത് വലിയേച്ചിയുടെ കൂട്ടുകാരിയാണ് കേട്ടോ. നമുക്കൊരു ചേച്ചിയുടെ പോലെയാണ്. എനിക്കിപ്പോൾ വേറൊരു ചേച്ചിയും കൂടെ കിട്ടിയ പോലെയാണ്. പിന്നെ പായസം, അച്ചാർ, ഇഞ്ചമ്പുളി, എരിപുളി, എല്ലാ സാധനങ്ങളും പിള്ളേർ അതിൽ നിന്ന് ഇസ്ക്കി കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, അവരുടെ എടുത്തു. പിന്നെ എല്ലാവരും കുറേ നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു. ഇങ്ങനെ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ നമുക്ക് എല്ലാവരും കൂടെയൊക്കെ അല്ലേ. എല്ലാവരും കൂടെ പിന്നെ സദ്യ കഴിക്കാൻ തുടങ്ങി. നമുക്ക് നിലത്തിരുന്ന് കഴിക്കാൻ പലർക്കും ഇതിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലല്ലേ നമ്മളെല്ലാവരും നിലത്തിരുന്നൊക്കെ ഒത്തുകൂടാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അച്ഛമ്മേനെയും അമ്മാമ്മേനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ വിഷുവിന് പണ്ടൊക്കെ നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം മിസ് ചെയ്തു. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.